അപ്പോൾ നഴ്സസ് നിങ്ങൾക്ക് ഇവിടെ UK വന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു വമ്പൻ അവസരം അല്ലെങ്കിൽ ഒരു ലോട്ടറി വിസ ആണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. ഒരുപാട് നഴ്സസിനും ഇപ്പോഴും ഇങ്ങനെ ഒരു വിസ സ്കീം ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ടാണ് നഴ്സസിന് സ്പെസിഫിക് ആയിട്ട് കൊണ്ട് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഓൾറെഡി ഞാൻ യൂട്യൂബിൽ ഒരു കോമൺ വീഡിയോ ഇട്ട് കഴിഞ്ഞു. ഒരുപാട് നഴ്സസ് അവരുടെ പാരൻസ് ഒക്കെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം. ഞങ്ങൾ നഴ്സസ് ആണ്, ഞങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ, എൻ്റെ മോള് നഴ്സാണ്, അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനെല്ലാത്തിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. ഉറപ്പായിട്ട് നിങ്ങൾ നഴ്സസ് ആണെങ്കിൽ ഈ ഒരു ബാരലിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇതിൽ പറയുന്ന കുറച്ച് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഫർദർ വിസ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മൂവ് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്തായാലും. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ്, എങ്ങനെയാണ് ഈ ഒരു ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ബാലറ്റ് ഇപ്പോൾ 17 ഫെബ്രുവരിയിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇത് 19 ഫെബ്രുവരി ഉച്ചയ്ക്ക് 2:30 വരെ മാത്രമാണ് ഈ ഒരു ബാലറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യാന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് കാശോ കാര്യങ്ങളോ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വിസയ്ക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ എലിജിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും. നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 18 and 30 ആയിരിക്കും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ അല്ലെങ്കിൽ എബോ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയാസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾ റെലവൻറ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് ഓഫ് 2530 pounds, അതായത് ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2,70,000 അല്ലെങ്കിൽ 3 ലക്ഷത്തിനകത്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ചെലവുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ക്രൈറ്റീരിയ, നിങ്ങൾക്ക് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല. അതായത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും കയറി പെട്ടെന്ന് ചെയ്യുന്ന ഒരു അബദ്ധം, ആദ്യമേ കയറി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും. നിങ്ങൾക്ക് ആദ്യമേ കയറി ഇമ്മീഡിയറ്റ്ലി വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ ആദ്യം ഈ ഒരു ബാലറ്റ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ സെലക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ, അതായത് ഈ ഒരു ലോട്ടറി വിസ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിസ ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാര്യം കഴിഞ്ഞ 2 വർഷങ്ങളിലും നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികളും വേറെ ഒരു ലിങ്കിൽ കൂടെ കയറി പോയിട്ട് അവർ വിസയുടെ ഫീസ് അടക്കം അവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യരുത്, ഭയങ്കര ഒരു അബദ്ധമാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ബാലറ്റിൽ സെലക്റ്റഡ് ആയി കൺഫേം ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ വിസയ്ക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ കൊടുക്കാവൂ. എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ പ്രോപ്പർ ലിങ്കുകൾ, എവിടെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, അല്ലാതെ ഇപ്പോഴേ പോയി ഒരിടത്തും ഫീസോ പേയ്മെൻറ്റോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ബാലറ്റിൽ എൻ്റർ ചെയ്യുന്നത് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ എലിജിബിൾ ക്രൈറ്റീരിയ എല്ലാം നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാലറ്റിലേക്ക് എൻ്റർ ആവാം. അത് ഓപ്പൺ ആണ്. ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ആണ് ഇനി നെക്സ്റ്റ് ഞാൻ പറയുന്നത്. ബാലറ്റിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ പാസ്പോർട്ട് ഡീറ്റെയിൽസ്, പിന്നെ ഒരു സ്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഓഫ് യുവർ പാസ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാം. ഒരു സ്കാൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ കയ്യിൽ നല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ അതായാലും നിങ്ങൾക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. അതുപോലെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പറും നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും വേണം ഇതിനകത്ത് നിങ്ങൾ ബാലറ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്. ഈ യങ് പ്രൊഫഷണൽ വിസയിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഓൾറെഡി ഒരു വീഡിയോ ഞാൻ 2025 ഇട്ടിട്ടുണ്ട്. വളരെ സിമിലർ ആണ്, വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. എഗെയിൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പറ്റും. സോ കൂടുതൽ തെറ്റുകളോ മിസ്റ്റേക്സോ ഒന്നും നിങ്ങൾ വരുത്തത്തുമില്ല എന്തായാലും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ലൈവ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിനകത്ത് കംപ്ലീറ്റ് സപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എല്ലാ കുട്ടികളും അവർ ചെയ്യുന്നതിനനുസരിച്ച് അവർ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. പറ്റുന്ന കുട്ടികളെല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യും എന്തായാലും. അപ്പോൾ ഈ ഒരു വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 വർഷത്തേക്കുള്ള ഒരു വർക്ക് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ ഒരു ബാലറ്റിലേക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യുന്നു. നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ബാലറ്റ് ക്ലോസ് ചെയ്ത് വിത്തിൻ 2 വീക്സിനുള്ളിലാണ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുക. ഓക്കെ, നിങ്ങൾ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫർദർ വിസ ആപ്ലിക്കേഷൻസും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ UK എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് എക്സ്പെൻസസും കാര്യങ്ങളും സേവിങ്സ് അക്കൗണ്ടിലൊക്കെ തന്നെ നിങ്ങൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ UK എത്തിക്കഴിഞ്ഞാൽ OET IELTS കഴിഞ്ഞു, നിങ്ങളുടെ CBT എക്സാം നിങ്ങൾ പാസ്സായി, NMC രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി OSCE മാത്രമേ നിങ്ങൾക്ക് പെൻഡിങ് ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വർക്കറായിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് NHS ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അല്ലെങ്കിൽ നഴ്സിംഗ് ഹോംസിൽ നിങ്ങൾക്ക് സീനിയർ കെയറായിട്ടോ നിങ്ങൾക്ക് വർക്കിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ OSCE നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. നിങ്ങൾക്ക് NMC പിൻ അക്വയർ ചെയ്യാനും സാധിക്കും. അപ്പോൾ NMC പിൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എലിജിബിൾ ആണ് NHSലേക്ക് ഒരു ബാൻഡ് 5 രജിസ്റ്റേർഡ് നഴ്സായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് എന്തായാലും. ഓക്കെ, ഇനി നിങ്ങൾ OET IELTS ഒന്നും കഴിഞ്ഞിട്ടില്ല, CBT കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ പോലും യാതൊരു പ്രശ്നമില്ല. ഇവിടെ വന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാം. OET നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം, CBT
നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാം വൈൽ യു ആർ വർക്കിംഗ്. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. കാര്യം എന്താ, നിങ്ങളുടെ കയ്യിൽ 2 വർഷത്തെ വർക്ക് വിസയാണ് ഇരിക്കുന്നത് എന്തായാലും. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു NHSലേക്കുള്ള സപ്പോർട്ട് വർക്കറിൻ്റെ ജോബ് റോൾസിലേക്കോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ നഴ്സിംഗ് ഹോംസിലോ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടോ സപ്പോർട്ട് വർക്കറായിട്ടുള്ള ജോബ് റോൾസിൽ നിങ്ങൾക്ക് കയറി NMC പിൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എക്സാംസ് എല്ലാ കാര്യവും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ഇതിൻ്റെ OET തൊട്ട് CBT ആവട്ടെ, OSCE പ്രിപ്പറേഷൻ ആവട്ടെ, ഇൻ്റർവ്യൂവിൻ്റെ പ്രിപ്പറേഷൻ ആവട്ടെ, നിങ്ങൾക്ക് NHSലേക്കുള്ള ജോബ് ആപ്ലിക്കേഷൻ അസിസ്റ്റൻസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും A to Z ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് A to Z എല്ലാ സർവീസസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. എന്തായാലും നമുക്ക് ഒരുപാട് കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇവിടെ ഈ ഒരു YPS അല്ലെങ്കിൽ യങ് പ്രൊഫഷണൽ സ്കീം വിസയിൽ അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ OET കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളവരും വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ CBT വരെ എല്ലാം കഴിഞ്ഞ് OSCE ഇവിടെ വന്ന് എടുത്തിട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് പിൻ നമ്പർ കിട്ടി ബാൻ 5 രജിസ്റ്റേർഡ് നഴ്സായിട്ട് റീസെൻ്റ്ലി NHSലേക്ക് അവർ ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടികൾ OET കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അവരിവിടെ വന്നിട്ട് തന്നെ നമ്മുടെ അടുത്ത് OET CBT കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കുന്നു. മീൻ ടൈം അവരെന്ത് ചെയ്യുന്നു, NHSൽ ഒരു ഫുൾ ടൈം ജോബായിട്ടോ പാർട്ട് ടൈം ജോബായിട്ടോ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും. ഓക്കെ, അപ്പോൾ മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇത് കിട്ടിയിട്ടുള്ളൊരു വമ്പൻ അവസരമാണ് നിങ്ങൾക്ക് എന്തായാലും. കാര്യം ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊന്നും കൂടുതൽ നടക്കുന്നില്ല, അവസരങ്ങളും കാര്യങ്ങളൊന്നും കൂടുതൽ വരുന്നില്ല. അപ്പം കിട്ടിയൊരു ലോട്ടറി ചാൻസാണ് ഈ ഒരു യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്ന് പറയുന്നത് എന്തായാലും. ഓക്കെ, അപ്പോൾ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് നിങ്ങൾ ഉറപ്പായിട്ടും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ബാലറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഓക്കെ, ആൻഡ് അതുപോലെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്, ഇത് BScക്ക് മാത്രമാണോ പറ്റുക അതോ GNMനും പോസിബിൾ ആണോ? GNMനും ഇത് പോസിബിൾ ആണ്. ബിക്കോസ് ഇതിൻ്റെ RQ ഓഫ് ലെവൽ ക്രൈറ്റീരിയ നോക്കുമ്പോൾ നിങ്ങളും GNM കാറ്റഗറി ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് എന്തായാലും. സോ അതുകൊണ്ട് BSc ആണെങ്കിലും ശരി, നിങ്ങൾ GNM ആണെങ്കിലും ശരി, നിങ്ങൾ പോസ്റ്റ് ബേസിക് ആണെങ്കിലും ശരി, മാസ്റ്റേഴ്സ് ആണെങ്കിലും ശരി, നിങ്ങൾക്കിത് കൊടുക്കുന്നതിന് യാതൊരു പ്രശ്നമില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ എലിജിബിൾ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം ഉറപ്പായിട്ട്. ഒട്ടും ഡിലേ ആക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ നഴ്സിംഗ് ഫ്രണ്ട്സിനൊക്കെ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ ആക്റ്റീവ് റിക്രൂട്ട്മെൻറ്റ്സും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതൊരു വണ്ടർഫുൾ പാത്ത് വേ ആണ്. ഈ ഒരു ബാലറ്റ് നിങ്ങൾക്ക്, ഈ ഒരു വിസ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇതുപോലെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും Instagram പേജും Facebook പേജും ഒക്കെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. എല്ലാ റെലവൻറ്റ് ലിങ്ക്സും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു YPSന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഭയങ്കര ആക്റ്റീവാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, സോ ഇനി വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രോപ്പർ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ യൂട്യൂബിലും Instagramലും ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.